ഋതുരാജ് ഗെയ്ക്വാദിന് ഇതെന്താണ് പറ്റിയിരിക്കുന്നത്? ഒരു വശത്തു നിന്നും സഞ്ജു സാംസൺ അടക്കമുള്ള താരങ്ങൾ CSK താരങ്ങൾ ഫോമിലേക്ക് എത്തിയപ്പോൾ ആ ടീമിൽ ഫോം കണ്ടെത്താൻ കഴിയാതെ ഉയലുകയാണ് ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദ്. T20 ക്രിക്കറ്റിൽ നമുക്കറിയാം IPL ഓപ്പണേഴ്സായി എല്ലാ ടീമിനും തട്ട് തകർപ്പൻ ബാറ്റർമാരുണ്ട്. അഭിഷേക് ശർമ്മയും വൈഭവ് സൂര്യവംശിയും യശസ്വി ജയ്സ്വാളും പ്രിയാൻ ഷാരിയും പ്രഭ്സിമ്രാൻ സിൻഹയും തുടങ്ങി സഞ്ജു സാംസൺ അടക്കം ഈ IPL അതിവേഗം റൺസ് സ്കോർ ചെയ്യുമ്പോഴാണ്, ഓപ്പണിങ്ങിൽ ഇറങ്ങി അതിവേഗം റൺസ് സ്കോർ ചെയ്യുമ്പോഴാണ് ബാറ്റിങ്ങിൽ തങ്ങളുടെ ടീമിൻ്റെ ഏറ്റവും വീക്ക് പോയിന്റായി ഋതുരാജ് നിൽക്കുന്നത്. CSK പവർ പ്ലേയിൽ നമുക്കറിയാം കഴിഞ്ഞ മത്സരത്തിൽ സഞ്ജു സാംസൺ 45 റൺസാണ് ആദ്യ 3 ഓവറിൽ നേടിയത്. അതേ സമയത്ത് തന്നെ ഋതുരാജ് അത്രയും പന്തുകൾ നേരിട്ട് നേടിയത് വെറും 15 റൺസായിരുന്നു ആദ്യ 3 ഓവറിൽ. നമുക്കറിയാം ക്യാപ്റ്റനായി ഇങ്ങനെയൊരു താരത്തെ ആ ടീമിലേക്ക് അഫോർഡ് ചെയ്യുമ്പോൾ ആ ടീമിന് എത്രത്തോളം അത് ദോഷകരമാണ്, അല്ലെങ്കിൽ പവർ പ്ലേ കൃത്യമായും യൂസ് ചെയ്യാൻ കഴിയാത്തത് അദ്ദേഹത്തിൻ്റെ ടീമിലെ പൊസിഷനെ തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, നമുക്കറിയാം ക്യാപ്റ്റന്മാരുടെ ഈ IPL ബാറ്റിംഗ് ആവറേജ് എടുത്തു നോക്കിയാൽ ഏറ്റവും താഴേക്കിടയിൽ നിന്നും രണ്ടാമതായിട്ടാണ് ഇപ്പോൾ ഋതുരാജിൻ്റെ സ്ഥാനം. ഋതുരാജ് ഓപ്പണറാണെന്ന് കൂടി നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു. ഈ IPL ഏറ്റവും മികച്ച ബാറ്റിംഗ് ആവറേജുള്ള ക്യാപ്റ്റന്മാരെ നോക്കുമ്പോൾ 71 RCBയുടെ രജത് പട്ടീദാറിൻ്റെ ആവറേജ്. അതിനൊപ്പം തൊട്ടു താഴെ ശ്രേയസ് അയ്യർ, പഞ്ചാബിൻ്റെ ശ്രേയസ് അയ്യർ 68.50, ശുഭ്മാൻ ഗിൽ 54.50, സൂര്യകുമാർ യാദവ് 51. അതിന് താഴെ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ 1% അക്സർ പട്ടേലും അതിന് നേരെ മുകളിലായി 14% 14 എന്ന ആവറേജുമായി ഋതുരാജ് ഗെയ്ക്വാദും വരുന്നു. അക്സർ പട്ടേൽ ഒരു ബോളറാണ് എന്ന് നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു. ഋതുരാജ് ആവട്ടെ ഓപ്പണറായി ബാറ്റിങ്ങിൽ ഇറങ്ങുന്ന താരമാണ്. എന്നിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു ബാറ്റിംഗ് ആവറേജ് ഇത്രയും താഴെ രീതിയിൽ നിൽക്കുന്നത്. സത്യത്തിൽ ഋതുരാജ് ഗെയ്ക്വാദ്, KL രാഹുൽ, ശുഭ്മാൻ ഗിൽ തുടങ്ങിയ കളിക്കാർക്ക് T20യിൽ അവർക്ക് 3ാം സ്ഥാനമാണ് അവർക്ക് ഏറ്റവും അനുയോജ്യമായ പൊസിഷൻ. എന്നിരുന്നാലും അവർ ഈ IPL ഓപ്പണറായി തുടരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് പലപ്പോഴും അവർക്ക് സ്ഥിരത ടച്ച് ആവാൻ സമയമെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതിനൊപ്പം പവർ പ്ലേ കൃത്യമായും യൂസ് ചെയ്യാനും ഇവർക്ക് സാധിക്കാറില്ല. ഒരു 100-120 എന്ന സ്ട്രൈക്ക് റേറ്റിൽ 15-20 പന്തുകൾ ഇവർ പവർ പ്ലേയിൽ കളിച്ചതിന് ശേഷമാണ് പിന്നീട് സ്ട്രൈക്ക് ആക്സിലറേറ്റ്, അതായത് റൺസ് ആക്സിലറേറ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. ആ സമയത്ത് അവർക്ക് വിക്കറ്റ് നഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഏതാണ്ടൊരു 25-30 റൺസെങ്കിലും അവരുടെ ഈ അപ്രോച്ച് കൊണ്ട് മാത്രം ടീമിൻ്റെ ടോട്ടൽ സ്കോറിൽ നഷ്ടപ്പെടുന്നുമുണ്ട്. സത്യത്തിൽ വേണ്ടത് ചെന്നൈ ഋതുരാജിനെ 3ാം സ്ഥാനത്തേക്ക് മാറ്റിക്കൊണ്ട് സഞ്ജു സാംസണെയും ആയുഷ് മാത്രയെയും ഉപയോഗിച്ചുകൊണ്ട് അവരെ ഓപ്പണറായി ഇറക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. അതിനൊപ്പം ഡൽഹിയിലാണെങ്കിൽ രാഹുൽ 3ാം സ്ഥാനത്തേക്ക് ഇറങ്ങി ഡൽഹിക്ക് പത്തുൻ നിസ്സംഗ, പൃഥ്വി ഷാ എന്നിവരെ ഓപ്പണറായി ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ GTക്ക് സായ് സുദർശൻ അവിടെയുണ്ട്. അതിനൊപ്പം ജോസ് ബട്ട്ലറെ അവർ രണ്ടുപേരെയും ഓപ്പണർമാരായി ഉപയോഗിക്കുകയും ഗിൽ 3ാം സ്ഥാനത്തേക്ക് ഇറങ്ങുകയും ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ ടീമിൻ്റെ നേട്ടത്തിനായി ഇങ്ങനെ റോളുകൾ ക്രമീകരിക്കുമ്പോൾ ഫലങ്ങൾ ഉണ്ടായേക്കാം. ഋതുവിലേക്ക് തിരിച്ചു വരുമ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സ് വിജയവഴിയിൽ തിരിച്ചെത്തിയെങ്കിലും ഋതുരാജ് ഗെയ്ക്വാദിൻ്റെ ബാറ്റിംഗ് ഇൻറ്റൻഷൻ ഇപ്പോൾ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. മുൻ ഇന്ത്യൻ താരങ്ങളായ ആകാശ് ചോപ്രയും ഇർഫാൻ പത്താനും അനിൽ കുംബ്ലെ തുടങ്ങിയവരെല്ലാം ഋതുരാജിനെതിരെ കടുത്ത വിമർശനവുമായി കഴിഞ്ഞ ദിനം തന്നെ രംഗത്തെത്തിയിരുന്നു. ആധുനിക T20 ക്രിക്കറ്റിലെ മറ്റു ഓപ്പണർമാരുമായി താരതമ്യം ചെയ്യുമ്പോൾ ഋതുരാജ് ബഹുദൂരം പിന്നിലാണെന്നാണ് ആകാശ് ചോപ്ര തുറന്നടിച്ചത്. ആധുനിക T20 ഓപ്പണർമാരും ഋതുരാജും തമ്മിൽ വലിയ താരതമ്യമൊന്നുമില്ല. ലോകത്തെ മറ്റ് ഓപ്പണർമാർ 178 സ്ട്രൈക്ക് റേറ്റിലും 50 മുകളിൽ ശരാശരിയിലും ബാറ്റ് വീശുമ്പോഴാണ് ഋതുരാജ് ഈ IPL വെറും 103 സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് വീശുന്നത്. 18 പന്തുകൾ നേരിട്ട് പവർ പ്ലേയിൽ വെറും 15 റൺസ് മാത്രം നേടി എന്നത്, 3 ഓവറിൽ 15 റൺസ് മാത്രം സ്കോർ ചെയ്യുക എന്നത് തീർച്ചയായും ആ ടീമിനോട്, CSKയോട് ചെയ്യുന്ന അനീതിയാണ്. ഡൽഹിക്കെതിരായ മത്സരത്തിൽ സഞ്ജു സാംസൺ ഒരറ്റത്ത് 115 റൺസ് അദ്ദേഹം നോട്ടൗട്ടുമായി കത്തി കയറുമ്പോഴും ഋതുരാജ് തുടക്കത്തിൽ താളം കണ്ടെത്താൻ ബുദ്ധിമുട്ടിയിരുന്നു. പവർ പ്ലേ ഓവറുകളിൽ കൂടുതൽ റൺസ് കണ്ടെത്തേണ്ടത് T20യിൽ അനിവാര്യമായിരിക്കെ നായകൻ തന്നെ മെല്ലെ പോക്ക് നടത്തുന്നത് ടീമിൻ്റെ ടോട്ടലിനെ ബാധിക്കുന്നു. സഞ്ജുവിൻ്റെ ആക്രമണ ശൈലിക്കൊപ്പം ചേരാൻ മാത്രമേ പോലുള്ള ഒരു യുവതാരമാണ് കൂടുതൽ അനുയോജ്യനെന്നാണ് കഴിഞ്ഞ ദിനം ആകാശ് ചോപ്ര പറഞ്ഞത്. IPL 2026 തുടർച്ചയായ പരാജയങ്ങൾക്ക് ശേഷമാണ് ചെന്നൈ സൂപ്പർ കിങ്സ് തങ്ങളുടെ ആദ്യ വിജയം കഴിഞ്ഞ ദിനം ആഘോഷിച്ചത്. MA ചിദംബരം സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെയാണ് CSK തകർത്തത്. പരിക്കിൽ നിന്നും മുക്തനായി ഡെവാൾ ബ്രേവിസ് അടക്കമുള്ള താരങ്ങൾ ടീമിലേക്ക് തിരിച്ചെത്തിയെങ്കിലും അദ്ദേഹത്തിനൊന്നും ബാറ്റ് ചെയ്യേണ്ട ആവശ്യമേ വന്നിരുന്നില്ല. ഈ മത്സരത്തിൽ സഞ്ജു സാംസൺ ഏതാണ്ട് ഒറ്റയ്ക്ക് തന്നെ ബാറ്റിംഗ് നിയന്ത്രിച്ചപ്പോൾ ഡൽഹി ബോളർമാർ നിഷ്പ്രഭരാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. വിമർശകർക്ക് സഞ്ജുവിൻ്റെ മറുപടി കൂടിയായിരുന്നു ചെപ്പോക്കിലെ ഈ മനോഹരമായ ഇന്നിംഗ്സ്. വെറും 58 പന്തിൽ നിന്നാണ് അദ്ദേഹം പുറത്താകാതെ 115 റൺസ് അടിച്ചുകൂട്ടിയത്. കഴിഞ്ഞ മത്സരത്തിൽ ഋതുരാജും പക്ഷേ മത്സരത്തിലേ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. CSKയുടെ ബോളിംഗ് സമയത്ത് ഋതുരാജ് കൂടുതലും അദ്ദേഹത്തെ നമ്മൾ കണ്ടത് ബൗണ്ടറി ലൈനിൽ ഫീൽഡ് ചെയ്യുന്നതായിട്ടാണ്.
ഋതുരാജിനേക്കാൾ സഞ്ജുവിലേക്കാണ് ഇന്നലെ ക്യാമറ കണ്ണുകളെല്ലാം ഉണ്ടായിരുന്നത്. ഒരു DRS എടുക്കുന്ന സമയത്തൊഴികെ മറ്റുള്ളവരുടെയൊക്കെയും ശ്രദ്ധ സഞ്ജുവിൽ മാത്രമായിരുന്നു. ഋതുരാജിന് അവരുടെ ശ്രദ്ധയിലേക്ക് എത്താൻ സാധിക്കാതെ പോയ മത്സരം കൂടിയായിരുന്നത്. കൂടുതലും കളിയിൽ തീരുമാനങ്ങൾ എടുത്തതും ബോളർമാർക്ക് നിർദ്ദേശം നൽകിയതുമെല്ലാം കഴിഞ്ഞ മത്സരത്തിൽ സഞ്ജു തന്നെയായിരുന്നു. നമുക്കറിയാം, ആദ്യ മത്സരത്തിൽ ഋതുരാജ് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിൽ കാര്യമായി ഇൻപുട്ട് നൽകാൻ സഞ്ജു തയ്യാറായിരുന്നില്ല. സഞ്ജു ടീമിൽ നിന്ന് മാറി നിന്ന ഒരു അവസ്ഥയായിരുന്നു കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെയും കണ്ടത്. എന്നാൽ ഈ മത്സരത്തിൽ, നാലാം മത്സരത്തിൽ സഞ്ജുവിൻ്റെ ഇടപെടൽ ഈ ടീമിൽ കൃത്യമായി ഉണ്ടായി എന്ന് വേണം കരുതാൻ. നൂർ അഹമ്മദിനോട് സഞ്ജു നിർദ്ദേശം നൽകിയതിന് പിന്നാലെ അദ്ദേഹം അശുതോഷിൻ്റെ വിക്കറ്റ് വീഴ്ത്തുന്നതടക്കം നമ്മൾ കണ്ടിട്ടുണ്ട്. ചെപ്പോക്കിൽ സഞ്ജു ഏതാണ്ട് ഒരു നായകനായി മാറുന്ന കാഴ്ച തന്നെയാണ് കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കണ്ടത്. അപ്പോൾ ഋതുരാജിനെ CSK പതിയെ നായക സ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള ശ്രമം ആരംഭിച്ചു എന്നാണ് ഇതോടെ ആരാധകർ പറഞ്ഞു തുടങ്ങിയിട്ടുള്ളത്. സഞ്ജുവിനോട് ക്യാപ്റ്റൻസി കാര്യങ്ങളിൽ ഇടപെടാൻ CSK മാനേജ്മെൻറ്റ് കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് തന്നെ വേണം ഈ ഒരു രീതിയിലൂടെ നമുക്ക് കരുതാൻ. ഇത് CSKയുടെ ക്യാപ്റ്റൻസിയിൽ മാറ്റം ഉണ്ടായേക്കുമെന്ന സൂചനകൾ, അല്ലെങ്കിൽ പാതി വഴിയിൽ തന്നെ ഒരുപക്ഷെ സഞ്ജുവിനെ ക്യാപ്റ്റനാക്കാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ള സൂചനകളാണ് നൽകുന്നത്. ഋതുരാജാണെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് ഒരു സീസണിൽ ഒരു ബാറ്റർ എന്ന നിലയിൽ ഇത്രയും ലോ ഫേസിലൂടെ കടന്നു പോകുന്നത്. മുൻപുള്ള സീസണുകളിലൊക്കെയും ഔട്ടാക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള താരങ്ങളിൽ ഒരാളായിരുന്നു ഋതുരാജ് ഗെയ്ക്വാദ്. ഏറ്റവും കൺസിസ്റ്റൻ്റായി റൺസ് എടുത്ത് തൻ്റെ പ്രതിഭ തെളിയിച്ച താരമായിരുന്നു. 2021 ഓറഞ്ച് ക്യാപ്പ് ഹോൾഡറായിരുന്നു. 3 സീസണിൽ 500-ലേറെ റൺസ് നേടിയ താരമാണ് ഋതുരാജ് ഗെയ്ക്വാദ്. ഋതുരാജ് ഗെയ്ക്വാദിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് കൂടി ആവാമെന്ന് തോന്നുന്നു. 2020 IPL സീസണിൽ കൊൽക്കത്ത ഉയർത്തിയ 172 റൺസ് എന്ന വിജയലക്ഷ്യം, ആ മത്സരത്തിൽ 6 വിക്കറ്റ് ബാക്കി നിൽക്കെയാണ് ഋതുരാജ് ഗെയ്ക്വാദിൻ്റെ അർദ്ധ സെഞ്ചുറിയുടെ ബലത്തിൽ അന്ന് മത്സരത്തിൽ ചെന്നൈ മറികടന്നത്. അതിനു മുമ്പുള്ള മത്സരത്തിൽ രാജസ്ഥാനെതിരായ ആ മത്സരവും തോറ്റതോടെ പ്രസന്റേഷൻ സെറമണിയുടെ സമയത്ത് CSK ക്യാപ്റ്റൻ ധോണിയുടെ തോൽവിക്കുള്ള കാരണം പറച്ചിൽ വലിയ വിവാദമായിരുന്നു. രാജസ്ഥാനെതിരായ മത്സരശേഷം CSK ടീമിലെ യുവതാരങ്ങളുടെ അഭാവത്തെക്കുറിച്ച് അന്ന് ധോണി പ്രതികരിച്ചത് വേണ്ടത്ര സ്പാർക്ക് ഇല്ലാത്തവരാണ് ചെന്നൈയുടെ യുവതാരങ്ങളെന്നായിരുന്നു. അതുകൊണ്ടാണ് അവരെ ടീമിലേക്ക് ഉൾപ്പെടുത്താത്തത് എന്നുമായിരുന്നു. പ്രധാനമായും അന്ന് ധോണിയുടെ ആ ഒരു വാക്കുകളുടെ മുന്നിൽ ചെന്ന് പതിച്ചത് ആദ്യ മത്സരത്തിൽ 0-നായി ഔട്ടായ ഋതുരാജ് ഗെയ്ക്വാദിൻ്റെ നേർക്ക് തന്നെയായിരുന്നു, യുവതാരമായിരുന്ന ഋതുരാജ് ഗെയ്ക്വാദ്. പിന്നീട് മുൻ താരങ്ങളടക്കം സോഷ്യൽ മീഡിയയിൽ ധോണിക്കെതിരെ രൂക്ഷ വിമർശനങ്ങളുമായി ആ സമയത്ത് രംഗത്തെത്തിയിരുന്നു. മുമ്പ് സൗരവ് ഗാംഗുലി ക്യാപ്റ്റനായിരുന്നപ്പോൾ ടീമിലെത്തിയ താരമാണ് ധോണി. അന്ന് ഗാംഗുലി സ്പാർക്ക് ഇല്ലെന്ന് പറഞ്ഞ് പുറത്തിരുത്തിയിരുന്നെങ്കിൽ ഇന്നീ കാണുന്ന ധോണി ഉണ്ടാകുമായിരുന്നു എന്ന ചോദ്യമായിരുന്നു അന്ന് ആരാധകർ ഉയർത്തിയത്. എന്നാൽ അടുത്ത മത്സരത്തിൽ ഋതുരാജ് ഗെയ്ക്വാദ് അർദ്ധ സെഞ്ചുറി നേടി വിജയശില്പി ആയതോടെ പ്രസന്റേഷൻ സമയത്ത് ധോണി തൻ്റെ അഭിപ്രായം മൊത്തത്തിലങ്ങ് തിരുത്തുകയുണ്ടായി. അന്നത്തെ പ്രസന്റേഷൻ സെറമണിയുടെ സമയത്തെ ധോണിയുടെ വാക്കുകൾ ഇതായിരുന്നു: ഋതുരാജ് അദ്ദേഹത്തിൻ്റെ കഴിവുകൾ ലോകത്തിന് മുന്നിൽ ഇങ്ങനെ കാട്ടിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ അദ്ദേഹത്തിന് കോവിഡ് പോസിറ്റീവായിരുന്നു. ഞങ്ങൾക്ക് അദ്ദേഹത്തെ വേണ്ട വിധത്തിൽ വിശകലനം ചെയ്യാനൊന്നും സമയം കിട്ടിയിരുന്നില്ല. കഴിവുള്ള യുവതാരങ്ങളിൽ ഒരാളായി വളരുകയാണ് അദ്ദേഹം കൂടുതൽ സംസാരിക്കുന്ന ആളൊന്നുമല്ല. ഒരാളുടെ മനസ്സിനുള്ളിൽ നടക്കുന്ന സമ്മർദ്ദങ്ങൾ അവർക്ക് മാത്രമല്ലേ അറിയൂ. ആദ്യ മത്സരത്തിൽ അദ്ദേഹത്തെ ഇറക്കിയപ്പോൾ സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് കളിച്ച് ആദ്യ പന്തിൽ തന്നെ ഔട്ടാവുകയായിരുന്നു ഋതുരാജ്. പക്ഷേ ഒരു പന്ത് കൊണ്ട് ഒരാളെ അളക്കാനാവില്ലല്ലോ. അദ്ദേഹം തനിക്ക് കിട്ടിയ അവസരങ്ങളെ ഉപയോഗിച്ച വിധം ആവേശം കൊള്ളിക്കുന്നതാണ് എന്നാണ് അന്ന് ധോണി പറഞ്ഞത്. അപ്പോൾ ഋതുരാജിന് ഇങ്ങനെ ഒരു ചരിത്രം കൂടിയുണ്ട്, വിമർശനങ്ങളെ തൻ്റെ ബാറ്റിംഗ് പെർഫോമൻസ് കൊണ്ട് മാറ്റി എഴുതിയ ചരിത്രം. ആ ചരിത്രം വരും മത്സരങ്ങളിൽ അദ്ദേഹം ആവർത്തിക്കുമോ എന്ന് കണ്ടറിയണം. നമുക്കറിയാം, എല്ലാ സീസണുകളിലും ഋതുരാജ് ഇങ്ങനെ തന്നെ വളരെ സ്ലോ ആയിട്ടാണ് അദ്ദേഹത്തിൻ്റെ സീസൺ തുടങ്ങാറുള്ളതാണ് എന്നതാണ് മുൻകാലത്തെ ചരിത്രം. ടൂർണമെൻറ്റ് പുരോഗമിക്കവെയാണ് ഋതുരാജ് ഫോമിലേക്ക് കയറാറുള്ളത്. അങ്ങനെയാണ് നമ്മൾ ഇതുവരെയും കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സീസണിലും അത് സംഭവിക്കുന്നു തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. തീർച്ചയായും ഋതുരാജ് മറ്റൊരു രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഫോമിലേക്ക് തിരിച്ചെത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷ.